കാസ്റ്റ് ഔട്ട് ഫിയർ. നമ്മൾ ഭയപ്പെടാതെ ഈ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഭയപ്പെടാതെ മുന്നേറുക. ഏത് ടൈപ്പാണെന്ന് നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? വിത്തൗട്ട് ഫിയർ വി ക്യാൻ ലീവ്. മനസ്സിലായില്ലേ? ബൈ ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ കോൺഫിഡൻസോട് കൂടി ഈ മാത്തമാറ്റിക്കൽ പ്രോബ്ലത്തിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനെ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കുക, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ്. അപ്പം ഓരോന്നിലും ഓരോ ഫോർമുല ഉണ്ട്, അത് മാർക്കല്ല്. കളക്ഷൻ ഓഫ് ഡാറ്റ ഉണ്ട്. ഈ ഡാറ്റ ഹാൻഡ്ലിങ്ങിൽ എന്തുണ്ട്, കളക്ഷൻ ഓഫ് ഡാറ്റ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഡാറ്റ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു ചാപ്റ്ററാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എന്താണ് ടെമ്പറേച്ചർ ഓഫ് ദ സിറ്റീസ് ഓഫ് ഇന്ത്യ ഓൺ 20th June 2017. അതായത് കിട്ടിയ ഡാറ്റേനെ നമ്മൾ എങ്ങനെ ഒരു ടാബുലർ ഫോമിലാക്കാം. അതുപോലെ തന്നെ ടാബുലർ ഫോമിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ, അതായത് കളക്ഷൻ ഓഫ് ഡാറ്റ കഴിഞ്ഞിട്ട് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. ഒരു ഡാറ്റ നമുക്ക് എങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്യാം. അതായത് തന്നിരിക്കുന്ന ഡാറ്റേനെ നമ്മളൊരു പ്രത്യേക കോളത്തിൽ, ഒരു പ്രത്യേക അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ നമുക്ക് നമ്മുടെ കാര്യത്തിനായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങോട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് റിവൈസ് ചെയ്യുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അസ്ത്രീ ബി സി, ഒരു കൺഫ്യൂഷൻ വേണ്ട. നമ്മൾ നേരത്തെ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫോർമുലാസിനെ ഒന്ന് റിവൈസ് ചെയ്യുന്നുള്ളൂ. ഇടയ്ക്കൊരു ബ്രേക്ക് വന്നല്ലോ. ആൻഡ് ബി നോട്ട് എൻഡെങ്കിലേക്ക് എന്തെയൊക്കെ വേണ്ടത്, നമ്മൾ ഭയപ്പെടാതിരിക്കുക. അപ്പം നമ്മൾ എന്താണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. ആ ഡാറ്റയെ നമുക്ക് പല രീതിയിൽ അസെൻഡിങ്ങിലും ഡിസെൻഡിങ്ങിലും ഒക്കെ നമ്മൾ ചെയ്തു. പിന്നെ ഫ്രീക്വൻസി എന്താണെന്ന് പറഞ്ഞു. അതായത് നമ്പർ ഓഫ് ടൈംസ് ആൻഡ് ഒബ്സർവേഷൻ ഒക്കേഴ്സ് ഇൻ എ ഗിവൺ ഡാറ്റ ഈസ് കാൾഡ് ഫ്രീക്വൻസി. അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തുള്ള ചില കാര്യങ്ങൾ, ഫ്രീക്വൻസി അങ്ങനെയുള്ള പ്രോബ്ലത്തിനെ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഈ ടാബുലർ കോളത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ ടാബുലർ കോളത്തിൽ നിന്ന് മനസ്സിലാക്കാം. അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ ചെയ്യുന്നതിനാണ് അറേ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് വെച്ചാൽ എന്താണ്, റാ ഡാറ്റ ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ ടാബുലർ ഫോം ആൻഡ് സച്ച് ടേബിൾ ഈസ് കാൾഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അങ്ങനെ നമ്മളിത് തന്നിരിക്കുന്ന ഫ്രീക്വൻസി ഒരു ടാളി മാർക്കായിട്ടും ഫ്രീക്വൻസി ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തു, റെപ്രസെൻറ്റ് ചെയ്തു. തന്നിരിക്കുന്ന ഫ്രീക്വൻസിയെ നമ്മൾ എന്ത് ചെയ്തു, ടാളി മാർക്കായിട്ടും അതുപോലെ ഫ്രീക്വൻസി ഒരു ടേബിളിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ഇടയിൽ തരും. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, അതുമായിട്ട് ബന്ധപ്പെട്ട ചില ന്യൂമറിക്കൽ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യുമെന്നും നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. അതിനൊരു ഗൈഡ് ലൈൻസ് തന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലേക്ക് പോയി. തന്നിരിക്കുന്ന ഡാറ്റ ചിലപ്പം ചില വാല്യൂസ് കറക്റ്റ് അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു സെൻട്രൽ ടെൻഡൻസി പോലെ നമ്മൾ എടുക്കത്തുള്ളൂ. അതിനെയാണ് ആവറേജ് എന്ന് പറയുന്നത്. മനസ്സിലാക്കി? ആവറേജിനെ പറയുന്ന പേര് എന്താണ്, ആവറേജ് എന്നോ പറയാം. മനസ്സിലായില്ലേ? അരിത്തമാറ്റിക് മീനിൻ്റെ ഫോർമുല എന്താണ്, സം ഓഫ് ആൾ ഒബ്സർവേഷൻസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. തുടർന്ന് അതിൻ്റെ ഫോർമുല അതെങ്ങനെയൊക്കെയാണ്, ആ ഫോർമുല A1 + A2 + എക്സെട്ര അപ് ടു AN ഡിവൈഡ് ബൈ N എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ മീൻ ചില പ്രോബ്ലംസ് വെച്ചിട്ട് പിന്നെ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ എന്താണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡ് ചെയ്ത് നമുക്ക് ആൻസറും കിട്ടി. അതുപോലെ തന്നെ പിന്നെ എന്താണ്, ചിലപ്പോൾ ആവറേജ് വാല്യൂ തന്നിരിക്കും. അതിൽ ഏതാണ് മിസ്സിംഗ് ആയിട്ടുള്ളത് ആ നമ്പറിനെ കാണാനായിട്ട് ഈ തന്നിരിക്കുന്ന ഫോർമുല ഉപയോഗിച്ചും ചെയ്യാൻ പറ്റുമെന്ന് കണ്ടെത്തി. ഇനി മറ്റൊരു ഫോർമുലയിൽ കൂടെ നമ്മൾ അരിത്തമാറ്റിക് മീൻ കാണാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അരിത്തമാറ്റിക് മീൻ എന്ന് വെച്ചാൽ സം ഓഫ് ആൾ ഒബ്സർവേഷൻസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് മാത്രമല്ല, ഒരു ടാബുലേറ്റഡ് ഡേറ്റയിൽ നിന്ന് നമുക്ക് അരിത്തമാറ്റിക് മീൻ കാണാമെന്ന് കണ്ടെത്തി. സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് ഒബ്സർവേഷൻസ് ആൻഡ് ഈസ് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ഡിവൈഡ് ബൈ സം ഓഫ് ഫ്രീക്വൻസീസ് എന്നുള്ള അർത്ഥത്തിലും എന്താണ് ആവറേജ് അരിത്തമാറ്റിക് മീന് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടെത്തി. പിന്നെ അതുപോലെ തന്നെ ഫൈൻഡ് ദ മീൻ ഓഫ് ദി ഫോളോയിങ് ഡാറ്റ. തുടർന്നൊരു ന്യൂമറിക്കൽ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ ഇടയിൽ തരുന്നു. അതുപോലെ ഫൈൻഡ് ദ മീൻ ഓഫ് ദി ഫോളോയിങ് ഡാറ്റ, മാർക്സ്, ഫ്രീക്വൻസി. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി നമ്മൾ എഴുതി. എന്നിട്ട് അതുപോലെ തന്നെ FI XI ഒക്കെ നമ്മൾ ചെയ്തു. എന്നിട്ട് മീൻ ഈസിക്കൽ സിഗ്മ FI XI ഡിവൈഡ് ബൈ സിഗ്മ FI. ആ ഫോർമുല മറക്കരുത്. അരിത്തമാറ്റിക് മീൻ ഈസിക്കൽ എത്രയാണ്, സം ഓഫ് ദി പ്രോഡക്റ്റ് ഒബ്സർവേഷൻസ് ആൻഡ് ഈസ് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ഡിവൈഡ് ബൈ സം ഓഫ് ഫ്രീക്വൻസീസ് ആൻഡ് ബി നോട്ട് എൻഡിങ്ങിലേക്ക് എന്തൊക്കെ ഉണ്ട്, സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് ഒബ്സർവേഷൻസ് ആൻഡ് ഈസ് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ഡിവൈഡ് ബൈ സം ഓഫ് ഫ്രീക്വൻസീസ് എന്ന് നമുക്ക് ചെയ്യാൻ പറ്റി. ആ കാര്യം നമ്മൾ എന്ത് ചെയ്തു, ചിന്തിച്ചു അനലൈസ് ചെയ്തു. മീൻ ഈസിക്കൽ ടു സിഗ്മ FI XI ഡിവൈഡ് ബൈ സിഗ്മ FI. തന്നിരിക്കുന്ന ഫോർമുല അനുസരിച്ച് 639 ഡിവൈഡ് ബൈ 35 ഈസിക്കൽ 18.25 അപ്രോക്സിമേറ്റ് എന്ന് ചെയ്തു. ഇനി ഫൈൻഡ് ദ മിസ്സിംഗ് ഫ്രീക്വൻസി ഇഫ് ദ മീൻ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഈസ് 11.5. മിസ്സിംഗ് ഫ്രീക്വൻസി കാണാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴാണ് മറ്റേ OTP കാരൻ വന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, മാർക്സ് ഏതൊക്കെയാണ് മാർക്സ്. തന്നിരിക്കുന്ന മാർക്സിന് നമ്മൾ ഇതുപോലെ ടാബുലർ കോളത്തിൽ എഴുതി. എന്തെഴുതി? 5, 8, 9, 11, 12, 14, 16, 18, 20 എന്ന് എഴുതി. ഫ്രീക്വൻസി FI എന്ന് എഴുതി. അതായത് 2, 3, 5,
മിസ്സിംഗ് ആയിട്ടുള്ളതിനെ ക്യാപിറ്റൽ എക്സ് എന്ന് കൊടുക്കുന്നു. 2 3 1 2 2 എന്ന് എഴുതി. FI എന്നുള്ളത് മാർസ് ഇൻറ്റു ഫ്രീക്വൻസി, അതായത് അതത് കോളത്തിൽ, അതായത് കറസ്പോണ്ടിങ് കോളം മാർസ് മൾട്ടിപ്ലൈഡ് ബൈ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി, ദാറ്റ് മീൻസ് 5 × 2 10. അങ്ങനെ കറസ്പോണ്ടിങ് മാർസ് മൾട്ടിപ്ലൈഡ് ബൈ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി വി ഗെറ്റ് 24. അങ്ങനെ എക്സെട്ര അപ് ടു 20 × 2 = 40. അങ്ങനെ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. സിഗ്മ FI എന്ന് വെച്ചാൽ എന്താണ്? FI കൂടെ ആഡ് ചെയ്യുക. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മീനിങ് അഡിഷനാണ്. എന്താണ് അഡിഷൻ? 10 + 24 + 45 + 11x + 24 + 11x എന്ന് തന്നെ അങ്ങ് എഴുതിയാൽ മതി. പ്ലസ് 24 + 42 + 16 + 36 + 40. നമ്മളങ്ങ് ചെയ്തപ്പോഴത്തേക്കും 11x ഒഴികെ എക്സെപ്റ്റ് 11x വി ഗെറ്റ് 237. അതായത് 237 പ്ലസ് എന്താണ് 11x = സിഗ്മ FI. സിഗ്മ FI എന്താണ് XI. അതായത് മീൻ എത്ര തന്നിട്ടുണ്ട്? മീൻ ഇസിക്കൽ എത്രയാണ് തന്നിട്ടുണ്ട്? 11.5 ആണ് തന്നിട്ടുണ്ട് അല്ലേ? മീൻ ഇസിക്കൽ എത്രയാണ്? 11.5. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതുകൊണ്ട് അവിടെ നോക്ക്, മീൻ ഇസിക്കൽ എത്രയാണ് തന്നിട്ടുണ്ട്? 11.5 ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗിവൺ. മീൻ ഈസ് ഗിവൺ as 11.5. സോ വി ആർ റൈറ്റിംഗ് ഇറ്റ് as മീൻ ഇസിക്കൽ സിഗ്മ FI XI ഡിവൈഡ് ബൈ സിഗ്മ FI. ദാറ്റ് ഇസിക്കൽ 11.5. അതായത് 11.5 ഇസിക്കൽ ടു എത്രയായിട്ട് വരും? 237 + 11x ഡിവൈഡഡ് ബൈ എത്ര വരും? സിഗ്മ FI. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ്? 20 + x. മനസ്സിലായില്ലേ? സിഗ്മ FI എത്രയാണ്? 237 + 11x. സിഗ്മ FI എത്രയാണ്? 20 + x. ജസ്റ്റ് അപ്ലൈ ഇറ്റ് ഇൻ ദ ഫോർമുല. അതായത് 11.5 = 237 + 11x ഡിവൈഡ് ബൈ 20 + x. വാട്ട് വി ക്യാൻ ഡു? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇട്ട് ഇങ്ങോട്ടൊക്കെ ബ്രാക്കറ്റ് ഇട്ടിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 20 + x × 11.5 = 237 + 11x. 237 + 11x = 20 + x × 11.5. Expanding the bracket we get 230 + 11.5x = 237 + 11x. ഇനി എന്ത് ചെയ്യണം? എക്സ് വരുന്ന ടൈം എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുപോകണം. എക്സ് ഇല്ലാത്ത ടൈംസിനെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ 230 ഈ 237ൻ്റെ കൂടെ -230 എടുക്കുക. അതുപോലെ തന്നെ 11.5x ആണ് 11-നെക്കാളും വലുത്. 11.5x - 11x = 237 - 230 എന്ന് കിട്ടും. അപ്പം 11.5 - 11 = എത്ര വരും? 0.5. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ്. 0.5x = 7. സോ x = എത്ര വരും? 7 ഡിവൈഡ് ബൈ 0.5. അപ്പോൾ 7 ഡിവൈഡ് ബൈ 1/2. അപ്പോൾ 7 ഡിവൈഡ് ബൈ 1/2 = 7 × 2/1. 7 × 2 = 14. സോ x = 14. പോട്ടു പെട്ടെന്ന് പറഞ്ഞേ. കഴി
തന്നിരിക്കുന്ന ഞാൻ പറഞ്ഞുതരാം പിന്നെ. ആ സ്ക്വയർ റൂട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടേ. സ്ക്വയർ റൂട്ടൊക്കെ കൊടുത്തിട്ടുണ്ടേ ഇവിടെ നമുക്ക്. മനസ്സിലായി. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ സ്ക്വയർ എന്താണ്, സ്ക്വയർ റൂട്ട് എന്താണെന്ന് പറഞ്ഞില്ലേ. അതുപോലെ ഇനി ഭാവിയിൽ ക്യൂബ് എന്താണ്, ക്യൂബ് റൂട്ട് എന്ന് വരും. അതിപ്പം നോക്കണ്ട, ഭാവിയിലും അറിഞ്ഞിരിക്കുക. ഭാവിയിൽ അത് വലുത് അറിഞ്ഞിരുന്നാൽ മതി. കാരണം അതൊക്കെ അറിഞ്ഞിരുന്നാലേ പെട്ടെന്ന് പ്രോബ്ലംസൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും പ്രോബബിലിറ്റി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങ് 10th 11th 12th പഠിക്കുന്നത്. അത് നിങ്ങൾക്ക് 18th ചാപ്റ്ററായിട്ടുണ്ട്. മനസ്സിലായില്ലേ പ്രോബബിലിറ്റി. നിങ്ങളുടെ ചില പിള്ളേർ പറയും പോലെ നിങ്ങളുടെ കപ്പാസിറ്റിക്ക് ബിയോണ്ട് ആയിരിക്കും തോന്നാൻ ചിലവ്. എളുപ്പമായിരുന്നാ നന്ന്, പക്ഷേ നിങ്ങളുടെ കപ്പാസിറ്റിക്ക് ബിയോണ്ട് ആയിരിക്കും. പക്ഷെ അധികം കടുപ്പിച്ചിട്ടില്ല. അധികമേ 6 ചാപ്റ്റർ ഉണ്ട് ഈ ടൈമിൽ. അധികം കടുപ്പിച്ചിട്ടില്ല, സിമ്പിളായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ ചെയ്തതിൻ്റെ ആൻസർ അല്ലേ, ആൻസേഴ്സ് ടു പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. മനസ്സിലായില്ലേ. ഇനി അടുത്തത് മോഡാണ്. ഞാനിപ്പോൾ ആവറേജ് ഉണ്ട്. അങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും x=14 കിട്ടും. അതുപോലെ സ്കോർസ് ഓഫ് എ ബാറ്റ്മാൻ ഇൻ 6 innings ഓഫ് എ T20 മാച്ച് ഈസ് 12, 45, 65, 21, 19, 57. Find his average score. Also find how much he should score in the 7th innings so that his average of 7 matches is 39. Average score of 6 innings is equal to sum of all the runs divided by total innings. That means 12 plus 45 plus 65 plus 21 plus 19 plus 57 the whole divided by 6. That is 219 divided by 6. തന്നിരിക്കുന്ന
ആ സ്കോർ ആവറേജ് സ്കോർ ഓഫ് 6 ഇന്നിങ്സ് ചെയ്യുക ഇസ് ഈക്വൽ ടു സം ഓഫ് ആൾ ദ റൺസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇന്നിങ്സ് 219 ഡിവൈഡ് ബൈ 6 ഇസ് ഈക്വൽ ടു 36 പോയിൻറ്റ് എത്രയായിട്ട് വരും 5. ലെറ്റ്സ് സോൾവ് ദ സെക്കൻഡ് പാർട്ട്. ലെറ്റ്സ് സ്കോർ ഓഫ് 7 ഇന്നിങ്സ് ബി എക്സ്. അറിഞ്ഞുകൂടാത്ത ഏത് കാര്യം എന്ത് ചെയ്യണം, എക്സ് ആയിട്ട് എടുക്കണം. ദി ആവറേജ് സ്കോർ ഓഫ് 7 ഇന്നിങ്സ് ഇസ് ഈക്വൽ ടു സം ഓഫ് ആൾ ദ റൺസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇന്നിങ്സ്. ദാറ്റ് ഈസ് 39 തന്നിട്ടുണ്ട് അല്ലേ, 39 തന്നിട്ടുണ്ട്. 39 തന്നിട്ടുണ്ട്. അപ്പോൾ 39 എന്ത് ചെയ്യണം, ദ ആവറേജ് സ്കോർ ഓഫ് 7 ഇന്നിങ്സ് ഇസ് ഈക്വൽ ടു 39 ഇസ് ഈക്വൽ ടു 12 പ്ലസ് 45 പ്ലസ് ഇവിടെ നോക്കും 65 പ്ലസ് 21 പ്ലസ് 19 പ്ലസ് 57 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 7. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ. ഇങ്ങോട്ട് നോക്കും 39 ഇൻറ്റു 7 എത്രയാണ്, 39 ഇൻറ്റു ചെയ്യുക. 39 ഇൻറ്റു 7 ഇസ് ഈക്വൽ ടു 12 പ്ലസ് സംതിങ് എന്ന് വരും. അതായത് 39 ഇൻറ്റു 7 ഇസ് ഈക്വൽ ടു 273 ഇസ് ഈക്വൽ ടു 219 പ്ലസ് എക്സ് എന്ന് വരും. നോക്ക്, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എക്സ്. ദെയർഫോർ എക്സ് ഇസ് ഈക്വൽ ടു ബൈ അപ്ലൈയിങ് ട്രാൻസ്പൊസിഷൻ 273 minus 219 is equal to 54. So the batsman should score 54 runs in his 7. ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ എത്രാമത്തെ ഈ പ്രോബ്ലത്തിൽ സോൾവ് ചെയ്യേണ്ടത് സ്കോർ ഓഫ് എ ബാറ്റ്സ്മാൻ ഇൻ 6. The score of a batsman in 6 innings of a T20 match is 12, 45, 65, 21, 19, 57. Find his average score. Also find how much he should score in the 7th innings so that his average of 7 matches is 39. മനസ്സിലായില്ലേ? ആൻഡ് ബി നോട്ട് എൻഡെങ്കിൾ അഗൈൻ ഒക്കെ വേണ്ടേ ഫോർ ബദനിഹൻ കാൾ പറ്റി. അപ്പം സോ ദ ബാറ്റ്സ്മാൻ ഷുഡ് സ്കോർ 54 റൺസ് ഇൻ ഈ 7th ഇന്നിങ്സ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺഫ്യൂഷനെല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകം മനസ്സിലാക്കണം, വളരെ എളുപ്പമാണത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് ഒബ്സർവേഷൻ ഓഫ് ദ ഗിവൺ ഡാറ്റ ഈസ് കാൾഡ് ദ റേഞ്ച് ഓഫ് ദി ഒബ്സർവേഷൻസ്. ദാറ്റ് ഈസ് റേഞ്ച് ഇസ് ഈക്വൽ ടു ഹയസ്റ്റ് സ്കോർ മൈനസ് ലോവസ്റ്റ് സ്കോർ. ഫോർ എക്സാമ്പിൾ ദ റൺസ് സ്കോർഡ് ബൈ ഇന്ത്യ എഗെയിൻസ്റ്റ് ബംഗ്ലാദേശ് ഇൻ ദ ഫസ്റ്റ് ടെസ്റ്റ് മാച്ച് ആർ എത്രയാണ്, 55, 42, 16, 51, 7, 12, 15, 61, 4, 14 and 12. What are the highest and the lowest runs scored by the batsman? Number 2, what is the range? ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഹയസ്റ്റ് കാണണം, ലോവസ്റ്റ് കാണണം, അത് കഴിഞ്ഞിട്ട് റേഞ്ച് ചെയ്യണം. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് സ്കോർ മൈനസ് ലോവസ്റ്റ് സ്കോറാണ്. അപ്പോൾ ഹയസ്റ്റ് റൺ തന്നിരിക്കുന്ന വാല്യൂവിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഏതാണ്, തന്നിരിക്കുന്ന വാല്യൂവിൽ എമോങ് ദ ഫോളോയിങ് ദ ഹയസ്റ്റ് ഈസ് 61. ലോവസ്റ്റ് റൺ ഇസ് ഈക്വൽ ടു 4. അപ്പോൾ റേഞ്ച് ഇസ് ഈക്വൽ ടു ഹയസ്റ്റ് സ്കോർ മൈനസ് ലോവസ്റ്റ് സ്കോർ. ദാറ്റ് ഈസ് 61 മൈനസ് 4 ഇസ് ഈക്വൽ ടു 57. നെക്സ്റ്റ് എക്സാമ്പിൾ, ദ ഏജസ് ഇൻ ഇയേഴ്സ് ഓഫ് 10 ടീച്ചേഴ്സ് ഓഫ് എ സ്കൂൾ ആർ 45, 25, 24, 55, 59, 29, 42, 37, 26 and 47. What is the age of the oldest teacher and that of the youngest teacher? 24 youngest teacher. നോക്ക്, വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ദി ഏജസ് ഓഫ് ദി ടീച്ചേഴ്സ്. മനസ്സിലായില്ലേ? വാട്ട് ഈസ് ദ മീൻ ഏജ് ഓഫ് ദി ടീച്ചേഴ്സ്. അത് എളുപ്പമാണ്. ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാം, ഒരേ സമയം റേഞ്ചും ചോദിക്കും, അതേസമയം ആവറേജും ചോദിക്കും. അപ്പോൾ രണ്ടിനും പ്രത്യേക മാർക്കും കിട്ടും. ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അറേഞ്ച് ദ നമ്പേഴ്സ് ഇൻ അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡർ. ദാറ്റ് ഈസ് 24, 25, 26, 29, 37, 42, 45, 47, 55, 59. ഹയസ്റ്റ് ഏജ് ഇസ് ഈക്വൽ ടു 59 ആൻഡ് ലോവസ്റ്റ് ഏജ് ഇസ് ഈക്വൽ ടു 24. റേഞ്ചിൻ്റെ ഫോർമുല എന്താണ്, ഹയസ്റ്റ് ഏജ് മൈനസ് ലോവസ്റ്റ് ഏജ് ഇസ് ഈക്വൽ ടു 59 മൈനസ് 24 ഇസ് ഈക്വൽ ടു എത്രയായിട്ട് വരും, 35. Therefore mean is equal to sum of ages of all the teachers is equal to total number of teachers. That is 24 plus 25 plus 26 plus 29 plus 37 plus 42 plus 45 plus 47 plus 55 plus 59 the whole divided by 10. എളുപ്പമല്ലേ? 10 കൊടുത്താൽ ഒരു പോയിൻറ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മാറ്റിയാൽ പോരെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൻ്റെ വാല്യൂ എത്രയാണ്, 389 ഡിവൈഡഡ് ബൈ 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 38.9. If we are dividing it by 10, then the point decimal point is from right to left. That is 38.9. മനസ്സിലായില്ലേ? അങ്ങനെയാണെന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താ പറയുക. അപ്പോൾ ആവറേജ് ഉണ്ട്, അതുപോലെ തന്നെ റേഞ്ച് ഉണ്ട്. റേഞ്ച് എന്ന് വെച്ചാൽ എൻ്റെ ഫോർമുല എന്താണ്, ഹയസ്റ്റ് വാല്യൂ മൈനസ് എന്താണ്, ലോവസ്റ്റ് വാല്യൂ. ഹയസ്റ്റ് വാല്യൂവിൽ നിന്നും
ലോവസ്റ്റ് വാല്യൂ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടുന്നതാണ് റേഞ്ച്. അപ്പോൾ ആദ്യം ഹയസ്റ്റ് വാല്യൂ കാണണം, പിന്നെ ലോവസ്റ്റ് വാല്യൂ കാണണം. അപ്പോൾ അതിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ആക്കേണ്ടി വരും. അതാണ് റേഞ്ചിൻ്റെ പ്രത്യേകത. മതി, തീരാറായി. ഇനി അടുത്തുള്ളത് മീഡിയനും പിന്നെ അതുപോലെ തന്നെ എന്താണ് മോഡും ഉണ്ട്. അത് ഞാൻ വേറൊരു ക്ലാസ്സിൽ പറയാം. ഈ വരുന്ന 3-ാം തീയതി നിങ്ങൾക്ക് ഫ്രീ ആണ് കേട്ടോ. മറ്റേ ഇതിൻ്റെ അവധിയാണ്, മറ്റേ ആറ്റുകാൽ പൊങ്കാലയുടെ അവധിയുണ്ട്, അന്ന് ഞാൻ വന്നേക്കാം. അപ്പോൾ ഇതിൽ പഠിച്ചേക്കാൻ നന്നായിട്ട് പഠിക്കും, ഇതിൽ നിന്ന് വരുള്ളൂ. ഈ ഫോർമുലയും കാണാതെ ഓ പിന്നെ അത് കഴിഞ്ഞിട്ട് ബാർ ഗ്രാഫും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂളിൽ ഗ്രാഫ് പേപ്പർ കൊണ്ടുവന്ന് നോക്കുക, ഗ്രാഫ് ബുക്ക്. ബാക്കിയുള്ള അടുത്ത വർഷത്തേക്ക് വേണ്ടി. അപ്പം എന്തായാലും ഭാരപ്പെടാതിരിക്കും. ഞാൻ ഒരു 3-ാം തീയതി അടുപ്പിച്ച് പോട്ടല്ലേ. പറ്റുവാണെങ്കിൽ 3-ാം തീയതി വരും. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഇടയ്ക്ക് ചെറിയ ബ്രേക്കും തരാം. ഭയമില്ലാതെ ജീവിക്കുക, പഠിക്കും, ഭാരപ്പെടാതിരിക്കും. Stand fast and liberty or the crisis when us free and be not entangled again the as free peace too. And be not entangled again the occupant exceeding joy. ഇന്ന് പഠിക്കാൻ വേണേ, ഭയമില്ലാതെ പഠിക്കും. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ക്രിസ്ത്യസ് സഹായിക്കട്ടെ. ഫോർ വിതിൻ പുള്ളിങ് ഡൗൺ സ്റ്റോൺസ്
നമുക്ക് ബൈബിൾ വായിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് എന്താണ്? ഫോർ ബെതനി ഹൻ കാണ്ടർ ലിബർട്ടി പുള്ളിങ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് എന്താണ്? റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം, അതായത് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് നോക്കാം. ഫോർ ബെതനി ഹൻ കാണ്ടർ ലിബർട്ടി, അതായത് ഇഫ് ദൗ ഷാൾ കൺഫസ് വിത്ത് ദൈ മൗത്ത് ദ ലോർഡ് ജീസസ് ആൻഡ് ഷാൾ ബിലീവ് ഇൻ ദൈൻ ഹാർട്ട് ദാറ്റ് ഗോഡ് ഹാത്ത് റൈസ്ഡ് ഹിം ഫ്രം ദ ഡെഡ് ദൗ ഷാൾ ബി സേവ്ഡ്. പുള്ളിങ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്. ജീസസിനെ ലോർഡെന്ന് കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവത്തെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. कि यदि तू अपने मुँह से यीशु को प्रभु जानकर अंगीकार करे और अपने मन से विश्वास करे कि परमेश्वर ने उसे मरे हुए में से जिलाया तो निश्चय उद्धार पाएगा. For with the heart man believeth unto righteousness and with the mouth confession is made unto salvation. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്ക് ഏറ്റുപറയുകയും ചെയ്യുന്നു. क्योंकि धार्मिकता के लिए मन से विश्वास किया जाता है और उद्धार के लिए मुँह से अंगीकार किया जाता है. For the scripture saith whosoever believeth on him shall not be ashamed. അവനിൽ വിശ്വസിക്കുന്നതിന് ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. क्योंकि पवित्र शास्त्र यह कहता है कि जो कोई उस पर विश्वास करेगा वह लज्जित न होगा. For there is no difference between the Jew and the Greek. For the same Lord over all is rich unto all that call upon him. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും ലോർഡ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകുവാൻ തക്കുന്ന സമ്പന്നനാകുന്നു. यहूदियों और यूनानियों में कुछ भेद नहीं, इसलिए कि वह सब का प्रभु है और अपने सब नाम लेने वाले पुल्लिंग डाउन स्ट्रॉन्गहोल्ड्स फ्री लेने वालों के लिए उदार है. For whosoever shall call upon the name of the Lord shall be saved. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. അസ്ഫ്രി ബിസി വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. क्योंकि जो कोई प्रभु का नाम लेगा वह उद्धार पाएगा. പുള്ളിങ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൈസ്റ്റ് ജീസസ് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, മരണത്തെ ജയിച്ച് 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റു. O wretched man that time, who shall deliver me from the body this death? Now there is no more condemnation. Those who are in Christ Jesus, the law of the spirit of life in Christ Jesus has set me free from the law of sin and death. നമ്മൾ നരകമോ അല്ലെങ്കിൽ പാതാളമോ കഷ്ടമോ ശിക്ഷയോ മരണമോ അനുഭവിക്കേണ്ട സ്ഥാനത്ത് അതിന് പകരം ക്രിസ്തയേശു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദാം ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ട് എല്ലാ മനുഷ്യരും പാപികളായി മാറി. ആ പാപത്തിൽ നിന്നും അതിൻ്റെ അനന്തരഫലത്തിൽ നിന്നും രക്ഷിക്കാനായിട്ടാണ് ക്രൈസ്റ്റ് ജീസസ് വചന ജഡമായി തീർന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത്. In the beginning was the Word, and the Word was with God, and the Word was God, and He was in the beginning with the Father. And all things were created by Him, and without Him was not anything made that was made. Exceeding joy. ഇവിടെ നമുക്കൊരു കാര്യം ചിന്തിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിവിങ് ഗോഡ് ഹൂ ഗീസ് റിച്ച്ലി ആൾ തിങ്സ് ഇൻ ജോയ്. All things were created by Him, and without Him was not anything made that was made. Exceeding joy. അതായത് ഗോഡ് ഈസ് നോട്ട് ദി അതർ കൺഫ്യൂഷൻ ബട്ട് ഓഫ് ഈസ് ലിവിങ് ഗോഡ് ഹൂ ഗീസ് റിച്ച്ലി ആൾ തിങ്സ് ഇൻ ജോയ്. എക്സീഡിങ് ജോയ്. സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർത്ത് ക്രൈസ്റ്റ് മേഡ് us free and be not entangled again the yoke of bondage. As free peace you. Lord is faithful, He shall establish and keep you from evil. For brethren he as free peace you. For brethren he called body. സഹോദരന്മാരെ സ്വാതന്ത്ര്യത്തിനായി നിങ്ങളെ വിളിച്ചിരിക്കുന്നു. പുള്ളിങ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് വീഴാതോണം നിങ്ങളെ സൂക്ഷിച്ച്. മലയാളത്തിൽ വായിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുവുമായി സ്വതന്ത്രമാക്കി ആകയാലിൽ ഉറച്ച് നാം പിന്നെ അടിമത്തിൽ കൂടി പോരുത്. ഇംഗ്ലീഷ് പറയുന്നത് സ്റ്റാൻഡ് ഫാസ്റ്റ് ദെയർഫോർ ഇൻ ദ ലിബർട്ടി ഓർത്ത് ക്രൈസ്റ്റ് ഹസ് മേഡ് us free and be not entangled again with the yoke of bondage. ക്രൈസ്റ്റ് ജീസസ്, അതായത് കർത്താവ് വിശ്വസൻ, അദ്ദേഹം നിങ്ങൾ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ ആപ്പടാതെണ്ണം കാത്തുള്ളൂ, ദുഷ്ടതയിൽ ആപ്പടാതെണ്ണം കാത്തുള്ളൂ എന്നാണ് വായിക്കുന്നത്. അതുകൊണ്ട് ക്രൈസ്റ്റ് ജീസസ് വിശ്വസിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസ് ഫ്രീ പീസ് മുന്നേറാൻ സാധ്യമായി തീരും, കഴിയും. നമുക്ക് ഇനി ചിന്തയ്ക്കായിട്ടൊരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിങ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്. അപ്പം ശരിക്കും പറഞ്ഞാൽ മരണം ക്രൈസ്റ്റ് ജീസസിൻ്റെ യഹോവയുടെ പദ്ധതിയല്ല. ഏതെങ്കിലും തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴത്തേക്കും ആ കനി അതായത് വൃക്ഷത്തിൻ്റെ ഫലം ഇന്നും നാളിൽ നീ മരിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം. എന്നാൽ ക്രൈസ്റ്റ് യഹോവയുടെ ഹിതമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യനിങ്ങനെ മരിച്ച് വാർദ്ധക്യം പ്രാപിച്ച് കല്ലറയിലേക്ക് പോയി ഇങ്ങനെ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോകുന്നതല്ല അദ്ദേഹത്തിൻ്റെ ഹിതം. ആത്മാവ് ഒരിടത്ത്, ശരീരം ഒരിടത്ത്, അല്ലെങ്കിൽ ആത്മാവും പ്രാണനും ഒരിടത്ത് ശരീരം ഒരിടത്ത്, അങ്ങനെ സെപ്പറേറ്റായി പോകുന്നതല്ല ദൈവത്തിൻ്റെ ക്രൈസ്റ്റ് ജീസസിൻ്റെ ഹിതം എന്ന് പറയുന്നത്. ഡെത്ത് ഈസ് സോളോഡ് അപ്പ് ഇൻ വിക്ടറി എന്നാണ് വായിക്കുന്നത്. ദ ലാസ്റ്റ് എനിമി ടു ബി ഡിസ്ട്രോയ്ഡ് ഈസ് ഡെത്ത് എന്നാണ് വായിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയെന്ന് വായിക്കുന്നു.
പുള്ളിങ് ഡൊണസ്റ്റോൾസ് മെൻ്റൽ ഡെത്തും സ്പിരിച്വൽ ഡെത്തും ഉണ്ട്. എല്ലാത്തരം ഡെത്തിൽ നിന്നും ക്രിസ്ത്യൻസ് നമ്മളെ രക്ഷിക്കും. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും ഒരേപോലെ ജഡരക്തങ്ങളോട് കൂടിയനായി മരണത്തിൻ്റെ അധികാരിയെ പിശാചിനെ തൻ്റെ മരണത്താൽ എനിക്ക് ജീവനെന്ന മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. എക്സീഡിങ് ജോയ് ഫോർ ബദൻ യുഹാൻ കാണ്ടർ ലിബർട്ടി. നമുക്കതൊന്ന് നോക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് കഴിയുന്നത്. ഫോർ as much then as the children are partakers of flesh and blood, he also himself likewise took part of the same, that through death he might destroy him that had the power of death, that is the devil. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയെ പിശാചിന് इसलिए जबकि लड़के मांस से और लोगों के भागी है तो वह आप भी उनके समान उनका सहभागी हो गया, ताकि मृत्यु के द्वारा उसे जिसे मृत्यु पर शक्ति मिली थी अर्थात शैतान को निकम्मा कर दे एंड डिलीवर दम हो थ्रू फियर ഓഫ് ഡെത്ത് were all their lifetime subject to bondage. തൻ്റെ മരണത്താൽ എനിക്ക് ജീവനെന്ന മരണഭീതിയിലെ അടിമകളായിരുന്നവരൊക്കെ വിളിച്ചു. और जितने मृत्यु के भय के मारे जीवन भर दासत्व में हमसे दे उन्हें छुड़ा ले. For verily he took not on him the nature of angels, but he took on him the seed of Abraham. ദൂതന്മാരെ സംരക്ഷണ ജീവനല്ല, അബ്രഹാമിൻ്റെ സന്തതി സംരക്ഷണ ജീവൻ അത്ര അദ്ദേഹം വന്നത്. क्योंकि वह दो स्वर्गदूतों को नहीं वरन इब्राहिम के वंश को संभालता है. Wherefore in all things it behoved him to be made like unto his brethren, that he might be a merciful and faithful high priest in things pertaining to God, to make reconciliation for the sins of the people. അതുകൊണ്ട് ജനത്തിൻ്റെ God is not യാതൊരു കൺഫ്യൂഷൻ ബട്ട് ഓഫ് പീസ്. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അദ്ദേഹം കരുണയുള്ളവനും God is not യാതൊരു കൺഫ്യൂഷൻ ബട്ട് ഓഫ് പീസ് ആസ് ഫ്രീ പീസ് അദ്ദേഹം കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോധനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരുടെ സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. ഇസ് കാരണം ഉസ്കോ ചാഹിയതാക്കി സബ് ബാത്തോ മേ അപ്പനെ ഭായിയോ കെ സമാൻ ബനെ ജിസ്സെ വഹ് ഉൻ बातों में जो परमेश्वर से संबंध रखते हैं एक दयालु और विश्वास योग्य महायाजक बने, ताकि लोगों के पापों के लिए प्रायश्चित करे. For in that he himself has suffered being tempted, he is able to succor them that are tempted. താൻ തന്നെ പരീക്ഷതനായി കഷ്ടം അനുഭവിച്ചിരിക്കൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. क्योंकि जब उसने परीक्षा की दशा में दुख उड़ाया तो वह उनकी भी सहायता कर सकता है जिनकी പരീക്ഷ होती है. പുള്ളിങ് ഡൊണസ്റ്റോൾസ് ക്രൈസിസിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന 16:15 നമ്മൾ വായിക്കുമ്പോൾ ആൻഡ് he said unto them, go you into all the world and preach the gospel to every creature. പിന്നെ അദ്ദേഹം അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. और उसने उनसे कहा तुम सारे जगत में जाकर सारी सृष्टि के लोगों को सुसमाचार प्रचार करो. He that believeth and is baptized shall be saved, but he that believeth not shall be condemned. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലപ്പെടും. जो विश्वास करे और बपतिस्मा ले उसी का उत्तर होगा, परंतु जो विश्वास न करेगा वह दोषी ठहराया जाएगा. And these signs shall follow them that believe. In my name shall they cast out devils, they shall speak with new tongues. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. और विश्वास करने वालों में ये चिन्ह होंगे कि वे मेरे नाम से दुष्टात्माओं को नामने अडिमത്തിൽ കൂടി വരുത് निकालेंगे. they shall take up serpents, and if they drink any deadly thing it shall not hurt them. they shall lay hands on the sick and they shall recover. സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കഴിച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. नई नई भाषा बोलेंगे, शापों को उड़ा लेंगे, और यदि वे नाशक वस्तु भी पी जाए तो भी उनकी कुछ हानि न होगी. वे बीमारों पर हाथ रखेंगे और वे चंगे हो जाएंगे. So then after the Lord had spoken unto them, he was received up into heaven and sat on the right hand of God. ഇങ്ങനെ കർത്താവ് യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു. निदान प्रभु यीशु उनसे बातें करने के बाद स्वर्ग पर उड़ा लिया गया और परमेश्वर की दाहिनी ओर बैठ गया. And they went forth and preached everywhere, the Lord working with them and confirming the word with the signs following. ആമേൻ. അവർ പുറപ്പെട്ട എല്ലായിടത്തും പ്രസംഗിച്ചു, ലോർഡ് അവരോടുകൂടെ പ്രവർത്തിച്ചു, അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. और उन्होंने निकल कर हर जगह प्रचार किया और प्रभु उनके साथ काम करता रहा और उन चिन्हों के द्वारा जो साथ साथ होते थे वचन को दृढ़ करता रहा. आमीन. एक्सीडिंग ജോയ് പുള്ളിങ് ഡൊണസ്റ്റോൾസ് നാമിനെ അടിമത്തിൽ കുടുങ്ങി പോരുത്. ഫോർ ബദൻ യുഹാൻ കാണ്ടർ ലിബർട്ടി. ഇനി മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ബദൻ യുഹാൻ കാണ്ടർ ലിബർട്ടി നമ്മൾ എന്താണ്, അതായത് പ്രവൃത്തിയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോഴത്തേക്കും
യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ ജീസസ് സെഡ് അൺടു തോമസ്, ഐ ആം ദ വേ ദ ട്രൂത്ത് ആൻഡ് ലൈഫ്, നോ വൺ കംസ് ടു ദ ഫാദർ എക്സെപ്റ്റ് ത്രൂ എക്സെപ്റ്റ് ത്രൂ മീ, അതായത് എക്സെപ്റ്റ് ത്രൂ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്, വിശ്വസിക്കുന്നത്. വചനപ്രകാരം നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫോർ ബദൻ ഹ്യൂമൻ കാൽമോട്ടി, പ്രവൃത്തിയുടെ പുസ്തകം ആക്സ് നമ്മൾ വായിക്കുമ്പോഴത്തേക്കും 4:12 നമ്മൾ വായിക്കുമ്പോഴത്തേക്കും നൈദർ ഈസ് ദിയർ സാൽവേഷൻ ഇൻ എനി അതർ, അതായത് അതിൻ്റെ തൊട്ട് മേളിൽ ദിസ് ഈസ് ദ സ്റ്റോൺ വിച്ച് ഹാസ് സെറ്റ് അറ്റ് നൗട്ട് ഓഫ് യു ബിൽഡേഴ്സ് വിച്ച് ഈസ് ബിക്കം ദ ഹെഡ് ഓഫ് ദി കോർണർ, വീട് പണിയുന്നവരെ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. യഹ് വഹി പത്തർ ഹേ ജിസേ തും രാജമിശ്രിയം നെ തുച്ച് ജാന और वह कोने के सिरे का पत्थर हो गया. neither is there salvation in any other, for there is none other name under heaven given among men whereby we must be saved. മറ്റൊരുത്തന്നെ രക്ഷയില്ല, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. और किसी दूसरे के द्वारा उत्तर नहीं क्योंकि स्वर्ग के പുള്ളിംഗ് ഡോൺ സ്ട്രോങ് ഹോൾസ്, നാം പിന്നെ അടിമത്തിൽ കൂടി പോരുത്. സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി ഓർത്ത് ക്രൈസ്റ്റസ് വേണ്ട ഫ്രീ ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗെയിൻ. Pulling down strongholds, casting down imagination, stand fast in liberty with the Christ when free and be not entangled again with the yoke of bondage. और किसी दूसरे के द्वारा उतार नहीं क्योंकि स्वर्ग के नीचे मनुष्यों में और कोई दूसरा नाम नहीं दिया गया जिसके द्वारा हम उतार पा सकें. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്, നാം പിന്നെ അടിമത്തിൽ കൂടി പോരുത്. ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗെയിൻ ദി യോക്ക് ഓഫ് ബondage. ആസ് പീസ് യു, നമുക്കൊരു കാര്യം ചിന്തിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്രൈസിസിൽ വിശ്വസിച്ച് ക്രൈസിസിൽ ലോഡും കർത്താവുമായിട്ട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നുണ്ടാവും? സ്വർഗ്ഗരാജ്യം ഉണ്ട്, എറ്റേണൽ ലൈഫ് ഉണ്ടാവും. ദ വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത് ബട്ട് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഈസ് എറ്റേണൽ ലൈഫ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ആസ് ഫ്രീ പീസ് യു, നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. അവർ ലോഡ് ഫോർ ബിദൻ യു ഹാൻ കാണ്ടർ ലിബർട്ടി. ദ വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത് ബട്ട് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഈസ് എറ്റേണൽ ലൈഫ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് അവർ ലോഡ്. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്, നമുക്ക് ക്രിസ്ത്യസിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. The gift of God, pulling down strongholds. The gift of God is eternal life through Jesus. Lord is faithful, he shall establish and keep you from evil. Stand fast in liberty where the Christ has made us free and be not entangled again with the yoke of bondage. For brethren, you have carnal liberty. God is not the other confusion but of peace. As free peace to you. Every good gift and every perfect gift is coming from above the Father of lights, living God who gives richly all things enjoy. The wages of sin is death, but the gift of God is eternal life through Jesus Christ our Lord, exceeding joy. Now may the Lord of peace himself give peace always in ബൈബിള് നമ്മൾ വായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അശേഷം സത്യം ചെയ്യരുത്, സ്വർഗ്ഗത്തെ കൊണ്ടരുത് ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമിയെ കൊണ്ടരുത് ദൈവത്തിൻ്റെ പാതവിടം, യെരൂശലേമിനെ കൊണ്ടരുത് മഹാരാജാവിൻ്റെ നഗരം, നിൻ്റെ തലയെ കൊണ്ട് സത്യം ചെയ്യരുത്, ഒരു രോമം വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് കഴിയുകയില്ല. നമുക്കിങ്ങനെ ചിന്തിക്കാം. സ്റ്റാൻഡ് ഫാസ്റ്റ് ഇൻ ലിബർട്ടി വിത്ത് ക്രൈസ്റ്റ് മെന്റ് ഓഫ് ഫ്രീ ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗെയിൻ വിത്ത് ദ യോക്ക് ഓഫ് ബondage, പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്. നൗ മേ ദി ലോർഡ് ഓഫ് പീസ് ഹിംസെൽഫ് ഗിവ് പീസ് ആൾവേസ് ഇൻ എവരി ദി ലോർഡ് ബി വിത്ത് യു ആൾ, എക്സീഡിംഗ് ജോയ്. ക്രൈസിസിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. സുരേഷ് കവിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദേ പോയി ഇതാ വന്നു, എന്തുണ്ട് വിശേഷം, എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. രാത്രി ഉറങ്ങുന്നവർക്ക് ശുഭനിദ്ര, രാവിലെ എഴുന്നേൽക്കുന്നവർക്ക് ഹാവ് എ നൈസ് ഡേ, ശുഭമധ്യാഹ്നം. നമുക്ക് ഒരു കാര്യം ചിന്തിക്കാം. നൗ മേ ദി ലോർഡ് ഓഫ് പീസ് ഹിംസെൽഫ് ഗിവ് പീസ് ആൾവേസ് ഇൻ എവരി വേ ദ ലോർഡ് ബി വിത്ത് യു ആൾ, എക്സീഡിംഗ് ജോയ്. ആസ് ഫ്രീ പീസ് ഫോർ ബദൻ യു ഹാവ് കാണ്ടർ ലിബർട്ടി.